ഇതാണ് വഴി അല്ലേ? ഇതാണ് വഴി. ഒരു വീടിന്റെ സൈഡിൽ കൂടി ശരിക്കും പറഞ്ഞാൽ ഈ ഗുഹേൻ്റെ അകത്ത് കയറി കഴിഞ്ഞാൽ ഉള്ളിലൊരു ഇങ്ങനെ വെളിച്ചം ഇങ്ങനെ അടിക്കണത് കാണുമെന്നാണ് പറയണം. നല്ല ഭംഗിയാണെന്നാണ് എല്ലാ വ്ളോഗേഴ്സും ഇട്ടിട്ടുണ്ട്. ഇത് ഒട്ടുമിക്ക വ്ളോഗേഴ്സും ഇട്ടിട്ടുണ്ട്. കുളിക്കാൻ പറ്റിയ സ്ഥലങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ അതൊക്കെ കഴിഞ്ഞിട്ട് ഞങ്ങളിപ്പോൾ ഇങ്ങോട്ട് വന്നേക്കണം. കണ്ണൂർ കവർ ചെയ്യാന്നാണ് വിചാരിച്ചത്. സ്ഥലങ്ങൾ കവർ ചെയ്ത് പോവാം. വേറെ മറ്റേ വ്യൂ പോയിന്റ്സ് കുറേ ഉണ്ട്. ഞങ്ങൾ പക്ഷെ അത് കണ്ടത് കൊണ്ടിട്ട് പിന്നെ അങ്ങോട്ട് പോണില്ല. വ്യൂ പോയിന്റ്സ് കുറേ ഉണ്ട് അടുത്ത് 5 കിലോമീറ്റർ 6 കിലോമീറ്റർ റേഞ്ചിൽ. പക്ഷെ അതൊക്കെ നമ്മൾ ഓൾറെഡി കണ്ടു കഴിഞ്ഞതാണ്. അതുകൊണ്ട് ഇങ്ങനത്തെ ഒരു വെറൈറ്റി കാര്യങ്ങളൊക്കെ ചെയ്യാമെന്ന് വിചാരിച്ചു. ഇത് സൂപ്പറുണ്ടോ? എവിടെ? അപ്പോൾ ഇതാണ് ഗുഹേൻ്റെ അകത്തോട്ടും പുറത്തേക്കും മേളിലും എത്താവുന്ന 2 വഴികളുണ്ട് കേട്ടോ. ഞാൻ ജസ്റ്റ് ഒന്ന് മേളിലേക്ക് നോക്കട്ടെ. മേളിലോട്ടാണോ ഫസ്റ്റ് കയറുന്നത്? നോക്കട്ടെ. മേളൊന്നും കാണാനല്ലോ. മേലേക്ക് അങ്ങോട്ട് പോയി നോക്കിയാ ഗുഹേൻ്റെ അകത്തോട്ടുള്ള വഴിയാണ് കേട്ടോ ഇത്. ശരിക്കും പറഞ്ഞാൽ ഇതിലിങ്ങനെ ഇറങ്ങാം. ഇതിലിറങ്ങി ശരിക്കും പറഞ്ഞാൽ ഗുഹേൻ്റെ അകം കിട്ടുമെന്ന് അറിയില്ല. ഇവിടെ ഭയങ്കര ഇരുട്ടാണ് ശരിക്കും പറഞ്ഞാൽ. അപ്പോൾ ഞങ്ങൾ ഓ ഇത് ഗുണാക്കേവ് പോലെ തന്നെ ഇരിക്കണേ അല്ലേ? അങ്ങനത്തെ ഒരു സുഭാഷി എടാ തെന്നുന്നുണ്ട് കേട്ടാ. നോക്കണേ, വെള്ളമുണ്ടല്ലോടാ. മണ്ണിത്തിട്ടുണ്ട് കുറെ കുഞ്ഞു തവളകളുണ്ട്. കുഞ്ഞു തവളകൾ. ഇതിങ്ങനെ താഴത്തേക്ക് ഇറങ്ങി പോവാട്ടോ നല്ല രീതിക്ക്. ഇങ്ങനെ പോവാ. താഴത്ത് ഇറങ്ങിയിട്ട് ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞു തരാം. ഷാസിന് നടക്കാൻ പറ്റുന്നില്ലേ? കാല് സ്ലിപ്പാവുന്നുണ്ട്. അപ്പം നോക്കി ഇറങ്ങിയാൽ മതി. ഓ ദേടാ അവിടെ ഉണ്ടാ പ്ലേസ് അവിടെ ഉണ്ടാ. ശരിക്കുള്ള പ്ലേസ് അവിടെയാണ്. നമ്മൾ ഇങ്ങനെ നടന്ന് പതുക്കെ ഇറങ്ങണം കേട്ടോ. അത് അവിടെ അതിൻ്റെ അകത്താണ്. അവിടെ വെട്ടം കാണുന്നുണ്ട്. അവിടെ നിന്ന് ഇങ്ങനെ ഒരു ഉള്ളിൽ ഇങ്ങനെ വെളിച്ചടിക്കുമ്പോഴാണ് അതിൻ്റെ ഒരു എന്താ പറയുക അല്ലേ, ഭംഗി ആസ്വദിക്കാൻ പറ്റുള്ളൂ. കാണാൻ പറ്റുന്നുണ്ടോ ഷാന? ഞങ്ങളെ കാണാൻ പറ്റുന്നുണ്ടോ? ഇവിടെയൊക്കെ വെട്ടടിക്കേണ്ടി വരും. കാണാൻ പറ്റുന്നില്ല ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ. വഴിയൊന്നും കാണുന്നില്ല. ഷാസ് ടോർച്ചൊന്നും അടിക്കുമോ? ഇങ്ങോട്ട് ടോർച്ചൊന്നും അടിക്കുമോ? അപ്പോൾ ഇതാണോ ഗുഹേൻ്റെ അകത്ത്. ടോർച്ചൊക്കെ കയ്യിൽ വേണോടെ ശരിക്കും പറഞ്ഞാൽ. ടോർച്ചൊക്കെ കയ്യിലുണ്ടെങ്കിൽ മാത്രമേ നമുക്ക് ഇവിടെ ഇതിൻ്റെ അകത്ത് കയറാൻ പറ്റുള്ളൂ. ഇതണ്ട ഇതിൻ്റെ അകത്തോട്ട് ഇനി പോയി കഴിഞ്ഞാൽ ഇതണ്ട ആ മേളിൽ നിന്നാണ് ഞങ്ങൾ വന്നേക്കണം. മേളിൽ നിന്നാണ് ഞങ്ങൾ വന്നേക്കണം. അതിൻ്റെ അകത്തുനിന്ന് പുറത്തുനിന്ന് ഇങ്ങനെ ഇറങ്ങി ഇതിലെ പോന്നേക്കണം. ഇത് ശരിക്കും ഒരു വല്ലാത്തൊരു ഗുഹയുണ്ടാ. ഇങ്ങനെ ഒരു ഗുഹയിൽ ആദ്യമായിട്ട് കയറണം അല്ലേ? ഇത് നോക്കിയടാ. ഇതേണ്ട ഇവിടെയാണ്. ഇവിടെയാണ് ആ വെട്ടടിക്കണത്. ഇതേടാ. ഇത് നോക്കിയേ. പക്ഷെ ഇത് വെയിൽ വേണം കേട്ടോ. വെയിൽ ശരിക്കും ഉണ്ടെങ്കിലേ ആ വെട്ടം അടിക്കുള്ളൂ. ശരിക്കും ഇതാണ് പ്ലേസ്. ഇത്രേ ഉള്ളൂ കാണാനായിട്ട്. പക്ഷെ ഇവിടുന്ന് ഈ വെളിച്ചം അടിക്കും. പക്ഷേ ഇപ്പോൾ മേളിൽ വെട്ടമില്ലാത്തതുകൊണ്ടിട്ട് വേണ്ട ഒരു സൈഡ് മാത്രമേ ഇങ്ങനെ കിട്ടണുള്ളൂ ഇപ്പം നിലവിൽ.
ഇതിനകത്തോട്ടൊക്കെ ഉണ്ട് ഇനി കണ്ടാ ആ ഒരു സൈഡ് മാത്രമേ നമുക്ക് കിട്ടുന്നുള്ളൂ. ഒരു രസമുണ്ട് ഈ സ്ഥലം കാണാൻ. ഇത് ശരിക്കും പറയുന്ന ഒരു 10-12 മണിയാകുമ്പോഴത്തേക്കും അല്ലേ വെയിലടിച്ചിട്ട് ഇവിടുന്ന് വെയിലടിച്ച് അടിപൊളിയായിരിക്കും കാണാനായിട്ട്. അപ്പോൾ നമുക്ക് ഇവിടെ കുറച്ച് നേരം സ്പെൻഡ് ചെയ്ത് നോക്കണം. ഷാസേ ആ വെട്ടടിക്കണ ഈ ഗുഹ ഇനിയും ഇത് കണ്ടിന്യൂസ് ആയിട്ട് അവർ പോകുന്നുണ്ട്. പക്ഷേ ഇവിടം വരെ നമുക്ക് വരാൻ സാധിക്കുള്ളൂ. കാരണം ഇതിൽ കൂടുതൽ പോയ റിസ്ക് ആണ്. അകത്തോട്ട് കയറി നോക്കണോ? റിസ്ക് ആണ് അത്. റിസ്ക് ആണോ? ഇവിടെ ഇരുന്ന് എല്ലാവരും ഇൻസ്റ്റാഗ്രാമിലൊക്കെ കണ്ട് സ്ഥലം ഇതാണ്. ഇവിടെ നിന്നിട്ട് എല്ലാവരും ഫോട്ടോസൊക്കെ എടുത്തേക്കണം. ഉള്ള എന്തായാലും സ്ഥലം ഇതൊരു വെറൈറ്റി അനുഭവം ഉണ്ടോ? ഇത് ഈ ഗുഹയിലൊക്കെ വന്ന് നിൽക്കാന്നൊക്കെ പറയുന്നതാണ് അല്ലേ? നല്ലൊരു എക്സ്പീരിയൻസ് ആണ് ഇത്. ഗുഹേൻ്റെ അകത്തൊക്കെ താമസിക്കാന്ന് പറയുമ്പോൾ ഇവിടെയൊക്കെ നമുക്ക് ടെൻ്റ് അടിച്ച് താമസിച്ചാലോ അല്ലേ? നമുക്ക് നേരത്തെ ഇത് ഈ ഗുഹ ഇങ്ങനെ നിൽക്കണ ഒരു അത്ഭുതമാണ്. ഈ ഗുഹേൻ്റെ ഈ വട്ടുള്ള സ്ഥലത്ത് വരെ നമ്മൾ എത്തി നിൽക്കണ്ട്. ഇതിൻ്റെ താഴത്തേക്ക് ഇനിയും പോകാനുണ്ട്. ഞങ്ങൾ ആദ്യം ഒന്ന് ഇറങ്ങി നോക്കിയിട്ട് അവിടെ കുറേ നിറച്ച് വവ്വാല് അങ്ങനെ ജന്തുക്കൾ പുലിയാ കരടിയൊക്കെ ഇറങ്ങി നിൽക്കണ്ടെന്നൊന്നും പറയാൻ പറ്റില്ല. രാത്രി പാമ്പും പുലിയും പറയാൻ പറ്റില്ല. കാടുമായിട്ട് ബന്ധപ്പെട്ട സ്ഥലമാണ് ഇത്. അപ്പോൾ പല മൃഗങ്ങളും ചിലപ്പോൾ രാത്രിയൊക്കെ സ്റ്റേ ചെയ്യാനായിട്ട് വരുന്നുണ്ടാവും. ഗുഹ ചെറുതായിക്കൊണ്ടിരിക്കുന്നത് അത് അങ്ങോട്ട് പേടിയാവും. അധികം ഇറങ്ങിയില്ല. ബിനീഷ് എന്തോ പറയാനുണ്ട് റൂം പുലികൾക്ക്? അതൊരു സംശയമാണ്. പുലികൾക്ക് റൂം കിട്ടാത്തതുകൊണ്ടാണ് അതിൻ്റെ അകത്തുനിന്ന്. അത് പിന്നെ അതിനുള്ള മറുപടി ഞാൻ പിന്നെ കൊടുത്തു. അപ്പോൾ ഇനിയിപ്പോൾ നമ്മൾ യാത്ര കഴിഞ്ഞ് തുടരാൻ പോണത് സെൻറ്റ് മേരീസ്. ഇവിടെ കണ്ണൂർ സെൻറ്റ് മേരീസ് ഒരു ഫോർട്ട് ഉണ്ട്. ആദ്യം നമ്മൾ സെൻറ്റ് മേരീസ് ഐലൻഡ്, അത് ഉടുപ്പിയിൽ. രണ്ടാമത്തെ സെൻറ്റ് മേരീസ് ഫോർട്ട് അത് കണ്ണൂരാണ്. ഇത് കണ്ണൂർ. അപ്പോൾ ഇനി ഇവിടുന്ന് അങ്ങോട്ടാണ് നമ്മളെ യാത്ര. അപ്പോൾ എല്ലാവരോടും കണ്ടിന്യൂസ് ആയിട്ട് നമ്മൾ വീഡിയോസ് കാണണം. ഈ ഗുഹ എന്ന് പറഞ്ഞാൽ ഭയങ്കര വലിയ ഗുഹയുണ്ട്. ചെറിയ ഗുഹയൊന്നുമല്ല. എല്ലാവരും വന്ന് കാണണം, കണ്ട് ഭംഗി ആസ്വദിക്കാൻ. ഈ ഇവിടെ ഒരു രസമാണ്, വേറെ വൈബാണ് ഈ വട്ടം. അതെ, ഈ വീഡിയോയിൽ കാണുന്ന പോലെയല്ല, നേരിട്ട് കാണുമ്പോൾ ഭയങ്കര ഭംഗിയാണ് കാണാനായിട്ട്. കണ്ടില്ലേ ആ വട്ടം മേത്തടിക്കണ്ട. ഒരു സ്ഥലത്ത് മാത്രം വരുന്ന വെട്ടമാണ് ഈ കാണുന്നത്. ബാക്കി രണ്ട് സൈഡും നോക്കിയാൽ ഇരുട്ടാണ്. ഇവിടെയും ഇരുട്ടാണ്. അപ്പോൾ ഇത് റിസ്ക്കാണ്. ഇവിടെ അവിടെ എഴുതി വെച്ചിട്ടുണ്ട് റിസ്ക്കാണ്. കാരണം ഇത് ചെങ്കല്ലിൻ്റെ ഒരു ഇതായോണ്ടേ ഇതിപ്പോൾ രൂപാന്തരപ്പെട്ടതാണ് പെട്ടെന്ന്. ഇവിടുന്ന് ഇങ്ങനെ ഒരു കഷ്ണം ഇങ്ങനെ വീണിട്ട് ഇവിടെ ഒരു വെട്ടം വന്നു തുടങ്ങി. അങ്ങനെ ഇപ്പോൾ ഇത് അറിഞ്ഞിട്ടാണ് ഇപ്പോൾ ആൾക്കാർ വരാൻ തുടങ്ങിയേക്കണത്. അപ്പോൾ ഇത് റിസ്ക്കാണ്. അപ്പോൾ എല്ലാവരും നോക്കുക. അധികം നേരം സ്പെൻഡ് ചെയ്യണ്ട, കുറച്ച് നേരം നിൽക്കുക, പോവുക. അപ്പോൾ നമ്മുടെ ലൈഫ് നമ്മൾ തന്നെ നോക്കുക. അതൊക്കെ അവിടെ എഴുതി വെച്ചിട്ടുണ്ട് ബോർഡ്. അപ്പോൾ കോൺഫിഡൻ്റ് ഉള്ളവർ മാത്രം വരിക, കാണുക. അപ്പോൾ ഞങ്ങളിപ്പോൾ ഇവിടെ നിന്ന് തിരിക്കാൻ വേണ്ടി പോകണതാണ്. അപ്പോൾ ഈ ഞങ്ങളെ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ എന്തായാലും ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, കമൻറ്റ് ചെയ്യണം. മറക്കാതെ ബെല്ലൈക്കൻ അടിച്ച് പൊട്ടിച്ചു.